നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. ദേശീയപാത 66 കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുന്ന കോഴിക്കോട് തൊണ്ടയാട് ഫ്ലൈ ഓവറിന് സമീപത്തായിട്ടുള്ള നെല്ലിക്കോട് ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന നെല്ലിക്കോട് പ്രദേശത്തെല്ലാം തന്നെ ഇപ്പോൾ റോഡിൻ്റെ, അതായത് പ്രധാന റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും എല്ലാ പ്രവൃത്തിയും 90-95% പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷം ഇരുവശങ്ങളിലുമായിട്ടുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും ഒരു വശത്ത് ഇപ്പോൾ അവിടെ സർവീസ് റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ബ്രിക്കുകൾ സ്ഥാപിച്ച് അതിന് മുകളിൽ മണ്ണിട്ട് ഉയർത്തുന്ന നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിന് തൊട്ട് എതിർവശത്തായി ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിലവിൽ യാതൊരു നിർമ്മാണ പ്രവൃത്തിയും തുടങ്ങിയിട്ടില്ല. ഈ പ്രദേശത്തെല്ലാം കുത്തനെ താഴ്ചയേറിയ ഭാഗമാണ്. ഇവിടെയെല്ലാം കാട് കയറി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ കാടുകളെല്ലാം തന്നെ എടുത്തു മാറ്റി ഇതെല്ലാം തന്നെ ഒഴിവാക്കിയ ശേഷം ഇവിടെ സോയിൽ നൈലിംഗ് ചെയ്യേണ്ട നിർമ്മാണ പ്രവൃത്തി ഇനി ബാക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഈ പ്രദേശത്തെല്ലാം തന്നെ മണ്ണെടുത്ത് ഇവിടെയും റോഡിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ച് ഇവിടെയും സർവീസ് റോഡ് നിർമ്മിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനു മുൻപായി നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മറുവശത്തായിട്ടുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയുടെ അല്പം കാൽഭാഗത്തോളം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. പ്രധാന ഹൈവേയിലൂടെ ഇരുവശങ്ങളിലേക്കുമുള്ള യാത്രകളെല്ലാം തന്നെ ഇപ്പോൾ ഭാഗികമായി നടക്കുന്നുണ്ട്. അതായത് കണ്ണൂർ ഭാഗത്തു നിന്നും ഫ്ലൈ ഓവർ കയറി വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ റോഡിൻ്റെ വലതുവശത്തെ പ്രധാന ഹൈവേയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കോഴിക്കോട് സിറ്റിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുമെല്ലാം രാമനാട്ടുകര മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ മറുവശത്തായിട്ടുള്ള ആ പാതയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. കണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ റോഡിൻ്റെ വലതുവശത്തായിട്ടുള്ള ഭാഗത്തു കൂടെയാണ് കടന്നു പോകുന്നത്. അതിന് കാരണം തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് മുൻപ് ഫ്ലൈ ഓവറെല്ലാം നിർമ്മിച്ച് അതിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി നിർമ്മിച്ചിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ ടാറിംഗ് പ്രവൃത്തിയും ഇനി ബാക്കി നിൽക്കുന്നുണ്ട്. അതും കൂടെ പൂർത്തീകരിച്ച് അതിൻ്റെ ഏതാനും ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ അല്പം കൂടെ ബാക്കി വരുന്ന നിർമ്മാണ പ്രവൃത്തി എല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ആ ഭാഗത്തു കൂടെ പൂർണ്ണമായും ഒരു വശത്തേക്കും ഒരു ഭാഗത്തു കൂടെയും മറ്റു ഭാഗത്തു കൂടിയുമായി വാഹനങ്ങളെ വഴിതിരിച്ചു വിടുക. ഇപ്പോൾ ഈ കാണുന്ന ഈ പ്രദേശം, അതായത് ഈ റോഡ് ടാർ ചെയ്തിരിക്കുന്ന ഈ റോഡ് കട്ട് ചെയ്തിരിക്കുന്ന ഇതിൽ കാണാൻ സാധിക്കുന്നു. ഈ പ്രദേശത്തു കൂടെ ആദ്യം മറുവശത്തേക്കായി പാസ് ചെയ്തു പോകുന്ന ഒരു ടാറിട്ട റോഡ് ഉണ്ടായിരുന്നു. നിരവധി വാഹനങ്ങൾ മറുവശത്തേക്കായി ഈ പ്രദേശത്തു കൂടെ ക്രോസ് ചെയ്തു പോയിരുന്നു. എന്നാൽ പുതുതായി ഹൈവേ വന്നതോടുകൂടി ഈ പ്രദേശത്തെല്ലാം മണ്ണെടുത്ത് താഴ്ത്തി ഈ ഒരു പാത ഹൈവേയുടെ സർവീസ് റോഡുമായി ബന്ധിപ്പിച്ച് അല്പദൂരം ചെന്നതിന് ശേഷം പിന്നീട് ഹൈവേയുടെ മേത്തോട്ട് താഴം ജംഗ്ഷന് സമീപത്തോ അതല്ല എങ്കിൽ തൊണ്ടയാട് ഫ്ലൈ ഓവറിന് താഴെ ഭാഗത്തു കൂടിയോ മാത്രമാണ് മറുവശത്തേക്ക് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്നും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈയിലെ പൻവേൽ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വിവിധ സംസ്ഥാനങ്ങളിലൂടെയും ധാരാളം ജില്ലകളിലൂടെയും കടന്നുപോകുന്ന ദേശീയപാത 66 കടന്നുപോകുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗം എല്ലാം തന്നെ വളരെയേറെ വേഗതയിലായിരിക്കും സഞ്ചരിക്കുക. ആയതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടെ സൗകര്യാർത്ഥം ഇടറോഡുകളിലൂടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ നേരിട്ട് ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നത് വളരെയേറെ അപകടം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ ഈ ഹൈവേക്ക് ഇരുവശത്തായുമുള്ള സർവീസ് റോഡിൻ്റെ പ്രാധാന്യം ഇവിടെ പ്രസക്തമാവുകയാണ്. എന്നിരുന്നാലും ഇരുവശത്തും ഉണ്ടായിരുന്ന തൊട്ടടുത്തായിട്ടും തന്നെ ഉണ്ടായിരുന്ന അയൽക്കാരെല്ലാം തന്നെ ഇപ്പോൾ അങ്ങ് വിദൂരതയിലായിരിക്കുന്ന ഒരു പ്രതീതി ഈ ഹൈവേ നിലവിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ ഹൈവേയുടെയും ഈ പ്രദേശത്തിൻ്റെയും വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ വയ്ക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.